മഹാന്മാരായ മുഹാജിറുകളായ സ്വഹാബാക്കളാം, അതിൽ വിദേശികളായ മുത്താലിങ്ങളായി, മഹാന്മാരായ അൻസാറുകളായ സ്വഹാബാക്കളാം, അതിൽ സ്വദേശികളായ മുത്താലിങ്ങളായി, അങ്ങനെയാണ് ഈ ഉമ്മത്തിൽ മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്തികളായ നാം ഈ ഉമ്മത്തിൽ ഈ ദർസിന്റെ ഉദ്ഘാടനം നടക്കപ്പെട്ടത്. അതിന്റെ തുടർച്ചയാണ് കേരളത്തിൽ മുഴുവനും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ദർസുകൾ. സ്വഹാബത്തിന്റെ കാലത്ത് തന്നെ കേരളത്തിൽ ഇസ്ലാം മതം പ്രചരിച്ചു. റസൂലുള്ളാഹി തങ്ങളുടെ കാലത്ത് തന്നെ ഇസ്ലാം മതം പ്രചരിച്ചു. സ്വഹാബത്തിന്റെ കാലത്ത് ഏതാനും കേരളത്തിൽ ഇസ്ലാം മതം പ്രചരിച്ചു എന്നും പണ്ഡിതന്മാർ, ചരിത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തുമ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ തുടങ്ങിവെച്ച ആ ദർസിന്റെ മാതൃക ആ കാലഘട്ടത്തിൽ തന്നെ അതിൻ്റെതായ ആ രൂപത്തിൽ തന്നെ ഈ കേരളത്തിൽ അത് പകർത്തപ്പെട്ടു, നടത്തപ്പെട്ടു, അത് ആരംഭിക്കപ്പെട്ടു എന്ന് നമുക്ക് വിശ്വസിക്കാം. മഹാന്മാരായ മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹു കൂടെയുള്ള ആളുകളും സഹാബാക്കളും താബീഉമെല്ലാം ഇവിടെ വന്ന് ഒരുപാട് പള്ളികൾ മാടായിലും അങ്ങനെ കൊടുങ്ങല്ലൂരിലും അങ്ങനെ പല സ്ഥലങ്ങളിലും പള്ളികൾ നിർമ്മിച്ച് ആ പള്ളിയിലെല്ലാം ഇസ്ലാമിക പ്രചരണത്തിന് വേണ്ടി ദീനീ വിജ്ഞാനം അത് ദർസിൽ കൂടി ആരംഭിച്ച ചരിത്രമാണ് നമുക്കുള്ളത്. കേരളമല്ലാത്ത മറ്റ് സ്ഥലങ്ങളിൽ ഈ ദർസ് ഈ തനതായ രൂപത്തിൽ നിൽക്കുന്നതായി വളരെ കുറവായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. അത് കേരളത്തിൽ ഒരുപാട് കാലം മുമ്പ് തന്നെ ഞാൻ പറഞ്ഞുവല്ലോ, റസൂലുള്ളാഹി തങ്ങളുടെ കാലം മുൻപ് തന്നെ സ്വഹാബത്തിന്റെ കാലം മുൻപ് തന്നെ അറബിയെല്ലാം വരവും പോകും, അങ്ങനെ കച്ചവടവും ആ നിലയ്ക്ക് ആ നേരം തനി പകർപ്പ് എന്നും മാറുന്നതായ ഒരു രാജ്യമാണ് ഇന്ത്യ രാജ്യം, നമ്മുടെ കേരളം. ഞാൻ നീട്ടുകയില്ല. അതിന്റെ ഒരു തുടർച്ചയാണ് ഇന്ന് എല്ലാ തലങ്ങളിലും നമ്മുടെ ഈ കക്കോവിലും കൂട്ടുപാടം നമ്മുടെ ഈ പള്ളിയിലും നാം ഇവിടെ തുടങ്ങി വെച്ചതായ ദർസ് അതിന്റെ ശാഖയാണ്. അല്ലാഹു ഖൈറായ നിലയ്ക്ക് ബർക്കത്തായ നിലയ്ക്ക് ഇത് നിലനിർത്തി തരട്ടെ. പരിശുദ്ധ ഖുർആനിൽ നടത്തുന്നുണ്ട്, യൂത്തിൽ ഹിക്മത മൻ യശാ വമൻ യൂത്തിൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ. ഇൽമ് അല്ലാഹു എല്ലാവർക്കും കൊടുക്കുകയില്ല. യൂത്തിൽ ഹിക്മത മൻ യശാ, അല്ലാഹു ഉദ്ദേശിച്ച ആളുകൾക്ക് മാത്രമേ അല്ലാഹു ഇൽമ് കൊടുക്കുകയുള്ളൂ, എല്ലാവർക്കും നൽകുന്നില്ല. ചരിത്രം ലോക ചരിത്രം പരിശോധിച്ചാൽ എങ്ങനെയുള്ള മനസ്സിലാവുന്നത്? ലോകത്ത് എല്ലാവരും കാര്യങ്ങളല്ല, അന്ന് തിരഞ്ഞെടുത്ത പ്രത്യേകമായ ആളുകൾക്ക് മാത്രമേ അള്ളാഹു എഴുതി കൊടുക്കുന്നുള്ളൂ. യൂത്തിൽ ഹിക്മത മൻ യശാ, അള്ളാഹു ഉദ്ദേശിച്ചതായ ചില പ്രത്യേകക്കാർക്ക് മാത്രം കൊടുക്കുന്ന ഒരു വിധിയാണ് ഇൽമ്. വമൻ യൂത്തിൽ ഹിക്മത, ആ ഇൽമ് ആർക്ക് നൽകപ്പെട്ടാലും ആർക്കാണോ ആ ഇൽമ് ലഭിച്ചതെങ്കിൽ ഫഖദ് ഊതിയ ഖൈറൻ കസീറ, ഈ ലോകത്തും പരലോകത്തും അതിമഹത്തായ എല്ലാ ഖൈറുകളും ധാരാളം ഖൈറുകൾ അവർക്ക് ലഭിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുന്നുണ്ട്. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കളും ഇതേ ആശയത്തിൽ തന്നെ ഹദീസ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ, ഏതൊരു മനുഷ്യനിക്കും മൻ യുരിദില്ലാഹു ബിഹി ഖൈറ, ഈ ലോകത്തും പരലോകത്തും അതിമഹത്തായ എല്ലാ ഖൈറുകളും ധാരാളം ഖൈറുകൾ, നേട്ടങ്ങൾ, ഗുണങ്ങൾ അള്ളാഹു കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു അവരെ ആലിമാക്കും, പണ്ഡിതനാക്കും എന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. നമുക്കറിയാം, ഇന്ന് ഇൽമ് പഠിക്കാനുള്ള വിദ്യാർത്ഥികൾ, മുത്താലിങ്ങൾ കുറവാണ്, പഠിപ്പിക്കാനുള്ളതായ രക്ഷിതാക്കളും കുറവാണ്. കാരണം എന്താണ്? കൂടുതലൊന്നും പറയാനില്ല, എല്ലാവർക്കും പറയുന്നതിനാണ്. ദർസ് നടത്തുന്ന നമ്മൾക്ക് വരെ, ഞാൻ ആരെയും വിമർശിക്കുവാൻ ആക്ഷേപിക്കുവാൻ ഒന്നും പറയുകയില്ല, നടത്തുന്ന നാം വരെ, കമ്മിറ്റിക്കാരാൻ നാം വരെ നമ്മുടെ മക്കളെ ഇൽമു പഠിപ്പിക്കുന്നതിൽ, മുതാലിമാക്കുന്നതിൽ, ആലിമാക്കുന്നതിൽ പിറകിലാണെന്ന് പറഞ്ഞാൽ തെറ്റാവുകയില്ല. സ്ഥാപനം നടത്താൻ, ദർസ് നടത്താൻ എല്ലാം നാം മുൻപന്തിയിടുകയും അത് നമ്മുടെ മക്കളെ പഠിപ്പിക്കുക, എന്തൊരു കുട്ടിയെ ആലിമാക്കണം, മുതാലിമാക്കണം എന്ന ബോധം അതിന് തയ്യാറായ ആളുകൾ വളരെ കുറവാണ്. ഇല്ല എന്നല്ല, കാരണം എന്താ? പരിശുദ്ധ ഖുർആൻ പറയുന്നു, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, നിങ്ങളെല്ലാം തെരഞ്ഞെടുക്കുന്ന ദുന്യവിയായ ഭൗതികമായ ജീവിതത്തെയാണ്.
എന്നാൽ അങ്ങനെയല്ല വേണ്ടത്. പരലോക ജീവിതം, പാരത്രിക ജീവിതം, പരലോക ജീവിതം ഹൈറുൻ അതാണ് അത്യുത്തമമായതും വാഫുക അനന്തമായതും. അപ്പൊ അനന്തമായ അറ്റമില്ലാത്ത അത്യുത്തമമായ ജീവിതം വരാനിരിക്കുന്ന പരലോക ജീവിതമാണ്. അത് നിങ്ങൾ തിരഞ്ഞെടുക്കാതെ അത് വിസ്മരിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും വിജയ ജീവിതത്തെയാണ്, ഭൗതിക ജീവിതത്തെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്ന് ഖുർആൻ നമ്മെ നടത്തുന്നുണ്ട്. അത് തന്നെയാണ് നമുക്കെല്ലാം പറ്റിയ തകരാറ്. ഇന്ന് ലോകത്തിലേക്ക് പറ്റിയ തകരാറുള്ളതാണ്. ആര്യമായതുകൊണ്ട്, മുത്താല്യമായതുകൊണ്ട് എങ്ങനെ ജീവിക്കും, ആര്യമായാൽ മുദരിസായാൽ ആര്യമാർ എങ്ങനെ ജീവിക്കുമെന്നെല്ലാമുള്ള ചിന്താഗതി നമ്മൾ പിടിപ്പെട്ടതിന്റെ പേരിൽ ആണ് നാം ഭൗതിക മേഖലയിൽ ഗൾഫുകാരനാക്കാനോ, നമ്മുടെ മക്കളെ ഗൾഫുകാരനാക്കണോ, കച്ചവടക്കാരനാക്കണോ, അല്ലെങ്കിൽ ഡോക്ടറാക്കണം, അഡ്വക്കേറ്റ് ആക്കണം, ജഡ്ജിയാക്കണം, ഇങ്ങനെ ഭൗതിക മേഖലയിലേക്ക് നമ്മുടെ കുട്ടികളെ BBA MBA ഇങ്ങനെയെല്ലാം ആ ബിസിനസ് മേഖലയിലേക്ക്, ഭൗതിക മേഖലയിലേക്ക് തിരിച്ചു വരണം എന്റെ കുട്ടിയെ എന്നാണ് രക്ഷിതാക്കൾ ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ച്, ആൺകുട്ടിയെ സംബന്ധിച്ച്, പെൺമക്കളെ കുട്ടിയല്ല, പെൺമക്കളെ പറ്റിയല്ല, ആൺകുട്ടികളെ പറ്റിയാണ് ധാരാളം ആൺമക്കളെ ഈ മേഖലയിലേക്ക് തിരിച്ചു വിടണമെന്ന ചിന്തയാണ് നമുക്കുള്ളത്. അതാണ് ഖുർആൻ പറഞ്ഞത്. വാസ്തവത്തിൽ അങ്ങനെയല്ല. കാരണം ഈ ദുനിയാവിയ ജീവിതം എന്റെ സമുദായത്തിന്റെ ആയുസ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ് നമുക്ക് കേവലം 60 വയസ്സ് 70 വയസ്സ് കാലേശുമാരി സാധാരണഗതിയിൽ ഒരു മനുഷ്യന്റെ റസൂലുള്ളാഹിയുടെ ഉമ്മത്തികളായ നമ്മുടെ ആയുസിനെ പറ്റി വിവിധങ്ങൾ വരച്ചു കാണിച്ചത് എന്റെ സമുദായത്തിന്റെ ആയുസ് 60-70 ഇടയിലാണ്. അപ്പോ നമുക്ക് പരിശോധിച്ചാലും കാണാൻ കഴിയും 60 വയസ്സായ 70 വയസ്സായ ആളുകളാണ്. അതിനപ്പുറത്തേക്ക് കടക്കാതെയാണ് നമ്മുടെ നാട്ടിൽ പല സ്ഥലത്തുമെല്ലാം പരിശോധിച്ചാൽ നമ്മളെല്ലാം മരണങ്ങൾ, നമ്മുടെ മാതാപിതാക്കളുടെ എല്ലാം മരണങ്ങൾ സംഭവിക്കുന്നത് 60-70. അതിനപ്പുറം കൂടുതൽ പോകുന്നില്ല. സാധാരണഗതിയിൽ 90% എന്നെല്ലാം പറയാം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് പുലരാതിരിക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പരിശോധിച്ചാൽ അങ്ങനെ തന്നെ കാണുന്നു. ധാരാളം ആളുകൾ, ചുരുക്കം ആളുകൾ 70 വിട്ട് കടക്കാമെങ്കിലും സാധാരണഗതിയിൽ ലോകാടിസ്ഥാനത്തിൽ മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ 60-70. അപ്പൊ ആ നിരക്കുള്ള ജീവിതത്തിൽ ഇത്രമാത്രം ത്യാഗം സഹിച്ച് കുഞ്ഞാവുണ്ടാക്കാൻ വേണ്ടി, ഭൗതികം ഉണ്ടാക്കാൻ വേണ്ടി തുനിയേണ്ടതില്ല എന്നാണല്ലോ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. നിങ്ങളെല്ലാം ദുനിയാവിനെ തെരഞ്ഞെടുക്കുന്നു, നിങ്ങളെല്ലാം ദുനിയാവിനെ തെരഞ്ഞെടുക്കുന്നു. പക്ഷെ അങ്ങനെയല്ലല്ലോ വേണ്ടത്. വല്ലാഹുറത്തും പരലോകമല്ലേ ഹൈറുൻ, ഏറ്റവും ഉത്തമമായതും വാഫുക അനന്തമായതും പരലോകമല്ലേ എന്നല്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ എന്റെ സുഹൃത്തുക്കളായ നിങ്ങളോട് ഓരോരുത്തരോട് പറയുന്നു, ഈ പള്ളി ദർശനിക്ക് 3 ഘടകങ്ങളാണ് വേണ്ടത് പ്രധാനമായി, അല്ലെങ്കിൽ 4-5 ഘടകം എന്ന് പറയാം. പ്രധാനമായി ഒന്ന് മുദരിസായ ഉസ്താദ്. നമുക്കൊരു ഉസ്താദായ മുദരിസായ ഒരാളെ, പ്രഗത്ഭനായ മഹാനായ പന്നൂർത്താരുടെ കീഴിൽ ജാമിഅ ഹിഫ്ളിയ മഞ്ചേരിയിൽ ഒരുപാട് കാലം പഠിച്ച് മഹാനായ കുർത്തുസ്താദിന്റെ കീഴിൽ CM മർക്കസിൽ പഠിച്ച് പാതിരിയായി, ശേഷം തഹസ്സുദിന് വേണ്ടി മർക്കസിൽ പോയി കാമിൽ സഖാഫിയായി, അങ്ങനെ 1 വർഷത്തോളം ദിവസം നടത്തി, 1-2 വർഷം ദിവസം നടത്തി വന്നതായ ഒരു മഹാപണ്ഡിതനെയാണ് നാം മുദരിസായി നിയമിച്ചിട്ടുള്ളത്. അല്ലാഹു നല്ല നിലക്ക് ഒരുപാട് കാര്യങ്ങളെ വാർത്തകളെ ടോപ്പിക്ക് മഹാനായ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഒന്നാമതായി ഘടകം മുദരിസ്. രണ്ടാമത്തെ ഘടകം മുത്താലിങ്ങൾ, വിദ്യാർത്ഥികൾ, വിദേശികളായ മുത്താലിങ്ങളും സ്വദേശികളായ മുത്താലികളും. ഞാൻ ആദ്യം നിർത്തി മഹാന്മാരായ മുഹാജിറുകളായ സഹാബാക്കളും മക്കയിൽ നിന്ന് ഇതിനെ കൂടെ വന്നതായ റസൂലുള്ളാഹിന്റെ കൂടെ എന്ന് പറയുമ്പോൾ നേരെ കൂടെയായാലും അല്ലെങ്കിലും മക്കയിൽ നിന്ന് നാട് വിട്ട് ഇൽമു പഠിക്കാൻ വേണ്ടി മദീനത്തെ പള്ളിയിലേക്ക് വന്നതായ മുഹാജിറുകളായ സഹാബാക്കളും അവരാണ് വിദേശികളായ മുത്താലികൾ. ആ നിലയ്ക്ക് മുത്താലികൾ, വിദേശികളായ മുത്താലികൾ ഇന്നും ആ പാരമ്പര്യം നിലനിർത്തി അന്യനാടുകളിൽ പോയി ഇൽമു. നമ്മുടെ കോഴിക്കോട് പള്ളിയിലേക്ക് വന്നത് ഈ നാട്ടുകാരായ മുത്താലികളല്ല, അന്യനാട്ടുകാരായ മുത്താലികളോടൊന്നും 4-5 മുത്താലികളിൽ കൂടെ ഒന്നുമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇനിയും നാളെയും മറ്റന്നാളും അതിനടുത്ത ദിവസങ്ങളായി മുത്താലികൾ വന്നുകൊണ്ടിരിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതേ സമയത്ത് നാട്ടുകാരായ ആളുകളും കുട്ടികളെ നാം പഠിപ്പിക്കേണ്ടതുണ്ട്. അതാണ് ദർസിന്റെ ഒരു ഘടകം. മൂന്നാമത്തെ ഘടകം സ്വദേശികളായ മുത്താലികൾ. അതാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് കാണിച്ച മാതൃകയിൽ അൻസാറുകളായ ഒരുപാട് മുത്താലികൾ, സ്വഹാബാക്കളും, മദീന നിവാസികളായ ഒരുപാട് സ്വഹാബാക്കളും മദീനത്തെ പള്ളിയിൽ വെച്ച് ഇൽമു പഠിക്കുവാൻ വേണ്ടി ഉണ്ടായിരുന്നു.
സുഹൃത്തിന്റെ അധികാരം വിശേഷിപ്പിക്കപ്പെടുന്നവർ മാതിരികളായ മക്കാരിൽ നിന്നവരാണ്. 400ഓളം സഹാബാക്കളാണ്. അവസാന കാലമായപ്പോഴേക്ക് 400ഓളം സഹാബാക്കളാണ് ഉണ്ടായിരുന്നത്. ബുഖാരിയിലും അതിന്റെ സഭയിലുമെല്ലാം നോക്കിയെടുക്കണം. അതൊരു കുടുംബത്തിനെ സംബന്ധിച്ച് തഫ്സീറിൽ കാണാൻ കഴിയും. 400ഓളം സഹാബാക്കളാണ് മാതിരികൾ. അതേ സമയത്ത് അതുപോലെയോ അത്രയോ അതിൽ കൂടുതലോ സഹാബിമാര് അൻസാറുകളായ മദീനവാസികളായ സഹാബാക്കളാവും പഠിക്കുവാനുണ്ടായിരുന്നു. അവരെല്ലാം താമസിക്കുന്ന സ്ഥലമാണ് മദീനയിലെ വരാന്ത, മദീനപ്പള്ളിയിലെ വരാന്ത. ആ വരാന്ത അവരുടെ സുഖത്തിനേറി വരുന്നത് അവിടെ തറയായി പൂർണ്ണമായ തറ ശേഷിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നാട്ടുകാരായ കോട്ടുപാടത്തുള്ള തത്വമിലുള്ള നിങ്ങളുടെ മക്കളെയും ഈ ദർശനയിലേക്ക് നിങ്ങൾ പറഞ്ഞേക്കണം. ഒരുപക്ഷെ വിദേശിയായ മുൻകാര്യങ്ങളെ പോലെ തന്നെ അതേ യൂണിഫോമിൽ തന്നെ വെള്ളവസ്ത്രമെല്ലാം ധരിച്ച്, തൊപ്പിയെല്ലാം ധരിച്ച്, തലപ്പാവെല്ലാം ധരിച്ചുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലങ്ങൾ അങ്ങേക്ക് നടക്കുന്നുണ്ട്. അന്യനാട്ടുകാരെ മാത്രം ആശ്രയിച്ച് അല്ല, സ്വദേശികളായ നമ്മുടെ കുട്ടികളെ ഒരുപക്ഷെ അവരുടെ അന്യനാട്ടിലേക്ക് പോകാൻ ചില പ്രയാസങ്ങളോ സാങ്കേതിക തടസ്സങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ നാട്ടിലെ കുട്ടികളെ തന്നെ സ്കൂൾ കഴിഞ്ഞാൽ സ്കൂൾ പോകാത്ത അങ്ങനത്തെ ഒരുപാട് കുട്ടികൾ സ്കൂൾ പോകുന്നവരായാൽ തന്നെ, അന്യനാട്ടുകാർ സ്കൂൾ പോകുന്നുണ്ടല്ലോ, സ്കൂൾ പോകുന്നവരായാൽ തന്നെ സ്കൂൾ സമയത്ത് കൃത്യമായി പോകുകയും ബാക്കി സമയം മുഴുവൻ പള്ളിയിൽ ചെലവഴിക്കുകയും ചെയ്ത് അന്യനാട്ടുകാരായ കാര്യങ്ങൾ പഠിക്കുന്ന അതേ രൂപത്തിൽ തന്നെ സ്വദേശികളായ കുട്ടികളും പഠിക്കുന്നു. അവർക്ക് ഭക്ഷണവും സൗകര്യമെല്ലാം ഏർപ്പെടുത്തി കൊടുക്കുന്നു. ഒരുപാട് പള്ളികളിൽ അങ്ങനെയുണ്ട്. അപ്പോൾ ഞാൻ നാട്ടുകാരായ നിങ്ങൾ പറയുന്നത് അന്യനാട്ടുകാരായ കാര്യങ്ങൾക്ക് പറഞ്ഞ് നമ്മുടെ ഓരോ വീട്ടിലും വീടുകൾ ഈ ശുദ്ധിമാരിൽ നമ്മുടെ സ്വന്തമാരുടെ വീടുകളിൽ തന്നെ ധാരാളം കുട്ടികൾ. അപ്പൊ കുട്ടികൾ സ്കൂൾ പോയിക്കൊണ്ട് ആ പോകുന്ന സമയത്ത് പോകാം. ബാക്കി സമയം മുഴുവൻ ഈ പള്ളിയിൽ വന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് വീട്ടുന്നോ അല്ലെങ്കിൽ മറ്റു വീടുകളിൽ നിന്നൊക്കെ ഭക്ഷണങ്ങൾ കൈമാറി എന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിൽ തന്നെ അങ്ങനെയുണ്ട് കൈകൊണ്ട് ചില സൗകര്യാർത്ഥം. അപ്പൊ ആ മുത്താലികളുടെ ആ ചിട്ട, ആ പതിവ് ശീലിക്കുവാൻ വേണ്ടി, മറ്റുള്ള കൂലിയും കിട്ടാൻ വേണ്ടി, ഒരു താല്പര്യത്തിന് വേണ്ടി അങ്ങോട്ട് വീടുകളെല്ലാം മാറ്റിക്കൊണ്ട് കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്ത് ആ കുട്ടികൾ എല്ലാ സമയത്തും രാത്രി ദർശനവും രണ്ടാം ദർശനവും സുബൈ മുതൽക്ക് സ്കൂൾ പോകുന്നത് വരെയും സ്കൂൾ വിട്ട വന്നാലും എല്ലാം എഴുത്തും വായനയും സ്കൂളിന്റെ പാഠങ്ങൾ പഠിക്കാനും എഴുതാനും ഒക്കെ പള്ളിയുടെ നമുക്ക് സൗകര്യമുണ്ട്. ആ നിലയ്ക്ക് നമ്മുടെ സ്വദേശികളായ കുട്ടികളെയും ഈ കൂടുതൽ പഠിപ്പിച്ചുകൊണ്ട് അന്നത്തെ പാരമ്പര്യം മഹാനായ തങ്ങൾ അന്ന് തുടങ്ങിവെച്ച പള്ളിയിൽ മഹാജീവികളായ വിദേശികളെ പുറമെ സ്വദേശികളായ മദീനാവാസികളായ അംസാറുകളായ സഹപാഠം പഠിച്ചതുപോലെ നിങ്ങളുടെ കുട്ടികളെയും പഠിപ്പിക്കണമെന്ന് കൂട്ടുപാടത്തുള്ള കർക്കോവുള്ള നാട്ടുകാരുടെ മാന്യ സുഹൃത്തുക്കളായ സുന്നി പ്രവർത്തകന്മാരോട് നടത്തുകയാണ്. ഒന്നും നേട്ടുന്നില്ല. നമ്മുടെ കുട്ടികൾ, നമ്മളെല്ലാം മക്കളെ പറഞ്ഞിട്ട് ചെറിയ മക്കൾ തന്നെയായിരിക്കും പള്ളി ദർശനങ്ങളിൽ വിദേശികളായ കാര്യങ്ങളും അവര് ആകാശത്ത് ഇറങ്ങിവിടുന്ന മലക്കുകളായിരുന്നു. നമ്മുടെ വീട്ടിലുള്ള ചെറിയ മക്കളാത്മരത്തിനുള്ള മക്കൾ തന്നെയാണ് അന്യനാട്ടുകാരെ വിടുന്ന മുത്താലിങ്ങളും. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായി ഒരു മുത്താലിമെന്ന് എന്തെങ്കിലും ചെറിയ ഒരു കുട്ടികളെ എന്തെങ്കിലും ചില ചെറിയ വിശ്വാസമെല്ലാം ചിലപ്പോൾ കണ്ടു എങ്കിൽ അത് നമ്മുടെ മക്കളെ പോലെ തന്നെയാണെന്നുള്ള ഒരു ബോധം നമുക്കെല്ലാം ഉണ്ടാവണം. അതുകൊണ്ട് അത് നിയന്ത്രിക്കാനുള്ള ഉത്സാഹങ്ങളുണ്ട്. നാം മുദ്രിച്ച് നിയമിച്ചത് അതിനു വേണ്ടിയാണ്. അപ്പോൾ എല്ലാ ആവാതെയും കുട്ടികളിൽ വിദേശികളിൽ സ്വദേശികളിൽ കണ്ടാൽ ഉടനെ ആ കാര്യം പുസ്തക ശ്രദ്ധയിൽപ്പെടുത്തിയല്ലാതെ നാം ഓരോരുത്തരും സ്വയം മുദ്രിസമാരായി നമ്മുടെ മുദ്രിസ ജീവിതത്തിൽ വേറെ മുദ്രിസാണ് താമസിക്കുകയില്ലല്ലോ. അപ്പോൾ നാം മുദ്രിസമാരായ കുട്ടികളെ നിയന്ത്രിക്കാൻ നാം ആരും മുതിരയിലേക്ക് സ്വാഭാവികമായിട്ട് പറയാൻ ഇവിടെ ഉണ്ടാവണമെന്നൊന്നും അർത്ഥമില്ലല്ലോ. അപ്പോ കമ്മിറ്റി പ്രസിഡന്റായാലും സെക്രട്ടറി ആരായാലും നാം കമ്മിറ്റിയിൽ നടത്തുന്ന ആളുകളാണ്. ദർശ നടത്തുന്ന ചുമതല മുദ്രീസാണ് കുട്ടികളെ. അപ്പൊ മുത്താലികളായ കുട്ടികളെ നിയന്ത്രിക്കാൻ ഉസ്താദപൂർവമായ സ്വാതന്ത്ര്യവും അധികാരവും അത് ഉസ്താദിനെ ശ്രദ്ധയിൽപ്പെടുത്തിയുകൊണ്ട് നാം അതിലിടപെടാതെ നാം കുട്ടികൾക്കും ഉസ്താദന്മാർക്കും ഇവിടെ സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് ആ ദർശനം നടത്തുവാൻ ഭരണാധീനങ്ങൾ എല്ലാവരും സഹായിക്കണം എന്ന് ഞാൻ ഉണർത്തുകയാണ്. കൂടുതൽ നേടി പറയുന്നില്ല. വേറെ ഒരു ദർശനം ഉദ്ഘാടനങ്ങൾ ഉണ്ട്. എനിക്ക് മരുന്നുകൾ എത്തേണ്ടതുണ്ട്. പിന്നെ ഇവിടെ അത്രയൊരു വിപുലമായ പരിപാടി ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. പ്രധാനമായും ഉസ്താദിന്റെ ദർശനം കാരണമായിരുന്നു അത് കഴിഞ്ഞു. ഈ മോഡിഫിക്കേഷൻ നമ്മുടെ പരിപാടി ഉള്ളത് കൊണ്ട് ഇപ്പോൾ നിർത്തി പറയേണ്ട ആവശ്യമില്ല. ഏതായാലും അല്ലാഹു തആല ഈ ദർസ് അത് വലിയ ബർക്കത്താണ്. മുത്താലിമികളെ ഖബർസ്ഥാനിൽ നടന്നുകൂടിയാണ്. ഈ കബൂറുള്ള ഖബർസ്ഥാൻ, മുനാസിബിയുള്ള ഖബർസ്ഥാൻ ഒരു മുത്താലിമികൾ ഈ നാട്ടിൽ കൂടി ഒരു കരയിൽ കൂടി കറിയ കബൂവ്
അല്ലെങ്കിൽ കൂട്ടുകളോ ഒരു കരയിൽ കൂടി മുതാലിം നടന്നു പോയാൽ ആ കരയിലുള്ളതായ ഖബർസ്ഥാനിയിലെ എല്ലാ